പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. 104 സങ്കീർത്തനം, അതിൻ്റെ 16 വാക്യം. അതിങ്ങനെ വായിക്കുന്നു: യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ അവിടെ പക്ഷികൾ അവരുടെ കൂടുണ്ടാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഈ ലോകത്തിൽ ധാരാളം വൃക്ഷലതാദികളുണ്ട്. വളരെയധികം ഭംഗിയുള്ള മരങ്ങളുണ്ട്. ചില മരങ്ങളൊക്കെ കണ്ടാൽ അമേരിക്കൻ നാടുകളിലും മറ്റ് യൂറോപ്യൻ നാടുകളിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ പോയി നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ മരങ്ങളെ ഒക്കെ അപേക്ഷിച്ച് ഹിമാലയൻ താഴ്വരകളിലുമൊക്കെ കാശ്മീരിലുമൊക്കെ പോയി നോക്കിയാൽ എത്ര മനോഹരമായിട്ടുള്ളതായി കണ്ണഞ്ചിപ്പിക്കുന്ന മരങ്ങളുണ്ട്. അതിൻ്റെ ഇലകളും അതിൻ്റെ പൂക്കളും ഒക്കെ കണ്ട് നമുക്ക് വളരെ അതിശയമായി പോകും. ദൈവം ഇങ്ങനെ മനോഹരമായ സൃഷ്ടികൾ ദൈവത്തിൻ്റെ ആജ്ഞയാൽ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും. അതിൻ്റെ പൂക്കളും അതിൻ്റെ ഫലങ്ങളും ഒക്കെ കണ്ട് അതിശയം തോന്നിപ്പോകും. എന്നാൽ ഇവിടെ ദാവീദ് രാജാവ് ഒരു മരത്തെ എടുത്തു കാണിക്കുകയാണ്. യഹോവയുടെ വൃക്ഷത്തിന് തൃപ്തി വരുന്നു. തൃപ്തി വരുന്ന മരം ഏതുണ്ടോ അത് യഹോവയുടെ മരമാണ്. അതിനെ വീണ്ടും ദാവീദ് ഒന്നുകൂടെ വിശകലിച്ച് തരികയാണ്. ദൈവം നട്ടിട്ടുള്ള ലബാനോൻ താഴ്വരകളിലെ ദേവദാരുക്കൾക്ക് തന്നെ. ഈ ദേവദാരുവിന് വലിയ ഈ പറയത്തക്ക വിശേഷതകളൊന്നുമില്ല. അതിൻ്റെ തടിക്ക് വാദ്യോപകരണങ്ങൾക്ക് ഉപയോഗിക്കും. ചെറിയ ഒരു എന്താണ് പറയുന്നത്, ഒരു നല്ലൊരു മണം പുറപ്പെടുവിക്കുന്നതായ ഒരു തടി, സുഗന്ധം ഉള്ളതായ ഒരു തടി. മിനുക്ക് പണികൾക്കും മറ്റു പല പല കൊത്തുപണികൾക്കും ഒക്കെ ഉപയോഗിക്കും. കപ്പലിനും വള്ളങ്ങൾക്കും ചില പാർട്ടുകളിൽ അത് ഉപയോഗിക്കും. വാദ്യോപകരണങ്ങൾക്ക് അതിൻ്റെ തടി ഉപയോഗിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ വളരെ ഫേമസ് അറിയപ്പെട്ടതായ ഒരു തടിയാണ് ദേവദാരുവിൻ്റെ തടി. എന്നാൽ അതിനെക്കാട്ടിലും വിശേഷമായ വില കൂടിയ ധാരാളം ചന്ദന മരങ്ങളും മറ്റ് പല പല മരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എങ്കിലും ദാവീദ് അതിനെ ഒന്നും വിശദീകരിക്കാതെ ദേവദാരുവിനെ എടുത്തും കൊണ്ട് നമ്മളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. മറ്റു മരങ്ങൾക്കെല്ലാം വിശേഷതയുണ്ട്, ഭംഗിയുണ്ട്, കാണാൻ വളരെ മനോഹരമാണെങ്കിലും ദാവീദിൻ്റെ ആ ലിസ്റ്റിൽ അതൊന്നും പെടുന്നില്ല. കാരണം അതിനൊന്നും തൃപ്തിയില്ല, ജീവിതത്തിൽ തൃപ്തിയില്ലാത്തൊരനുഭവം. ദേവദാരുവിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് പറയുകയാണ്, അതിന് തൃപ്തിയുള്ളതായ ഒരു ജീവിതം. അതിന് തൃപ്തി വരുവാൻ ഒരു കാരണമുണ്ട്. അതിനെ സൃഷ്ടിച്ചതും നട്ടിരിക്കുന്നതും ഉടയവനാണ്. ആ ഉടയവൻ ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നവനാണ്. ആവശ്യമുള്ളതായ വെള്ളവും മഴയും കാലാവസ്ഥകളെല്ലാം, വെയിലും ചന്ദ്രൻ്റെ പ്രകാശവും നക്ഷത്രങ്ങളുടെ പ്രകാശവും ആ കിരണങ്ങളൊക്കെ ലഭിച്ചും കൊണ്ട് അതിന് അനുവദിക്കപ്പെട്ടതായ പരിസ്ഥിതിയിൽ അതിന് യോജിക്കുന്നതായ ഒരു ഷേപ്പിൽ അതിൻ്റെതായ രീതിയിൽ വളരുവാൻ, അതിന് വേണ്ടതെല്ലാം സമയത്തിന് കൊടുക്കുവാൻ അധികാരമുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഉടയവനാണ് അതിനെ നട്ടിരിക്കുന്നതെന്ന് ദേവദാരുകൾക്ക് ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് അവർക്ക് തൃപ്തി ഉളവാക്കുന്നു. ആവശ്യമായതെല്ലാം, അന്നത്തേക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾക്ക് തരണമേ എന്ന് പഠിപ്പിച്ചതായ കർത്താവിൻ്റെ ആ വചനം പോലെ അന്നത്തേക്കുള്ളതായ ആഹാരം വാങ്ങി ഭക്ഷിച്ച് തൃപ്തിയോടെ ജീവിക്കുന്നതായ ഒരു വൃക്ഷത്തെ സാമ്യപ്പെടുത്തിക്കൊണ്ട് ദാവീദ് രാജാവ് പറയാണ്, അത് ദൈവത്തിൻ്റെ വൃക്ഷമാണ്, ദൈവം നട്ടിരിക്കുന്ന വൃക്ഷമാണ്. അതിന് വേറൊരു വിശേഷതയുണ്ട്. ആകാശത്തിലെ പക്ഷികളെല്ലാം വന്ന് അവിടെ കൂടുണ്ടാക്കുന്നു. കാരണം ആ പക്ഷികൾക്ക് ഒരു സംരക്ഷണ ബോധം, ഒരു ആശ്രയം, അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ആ ദേവദാരുവിൽ ഇരിക്കുന്നിടത്തോളം കാലം ദൈവം നട്ടിരിക്കുന്നതായ വൃക്ഷമാണ്. അവിടെ ശല്യം ചെയ്യുവാൻ ആരും വരത്തില്ല. ശത്രുക്കൾക്ക് കയറി അതിൻ്റെ കൂടുകളും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പക്ഷികൾക്ക് പോലും ഒരു വിശ്വാസം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷ കാലത്ത് സ്വർഗരാജ്യത്തെ ഉപമപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, കടുകുമണി അത് ഏറ്റവും ചെറിയ ഒരു വിത്താണ്, എങ്കിലും അതൊരു മനുഷ്യനെടുത്ത്
നല്ല നിലത്തിലിട്ടു. അത് വളർന്നു പൊങ്ങി ആകാശത്തിൽ മറ്റുള്ള വൃക്ഷങ്ങളെക്കാൾ ഏറ്റവും ഉയരം കൂടിയ ഉയരത്തിൽ അത് വലിയൊരു മഹാവൃക്ഷമായി തീർന്നു. ആകാശത്തിലെ സകല പറവകളും വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ കൂടുവെച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ സംതൃപ്തിയുള്ള മനുഷ്യർ, തൃപ്തി വരുന്ന മനുഷ്യർ ആരുണ്ടോ അവരെ ദൈവത്തിൻ്റെ മനുഷ്യരാ. നമുക്ക് ലോകത്തിൽ ധാരാളം മനുഷ്യരെ നമുക്ക് കാണാം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ അയൽപക്കങ്ങളിലും നമ്മുടെ കൂട്ടുകെട്ടിലും നമ്മുടെ ഇടപെടുന്നതായ സകല ഇടങ്ങളിലും ധനികരും ദരിദ്രരും അറിവുള്ളവരും അറിവില്ലാത്തവരും സുന്ദരന്മാരും സുന്ദരിമാരും കണ്ടാൽ യോഗ്യതയുള്ളവരും യോഗ്യതയില്ലാത്തവരും ആരുമായിക്കൊള്ളട്ടെ, എന്നിരുന്നാലും ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നോക്കുന്ന ചില ജീവിതങ്ങൾ തൃപ്തിയുള്ളവരാരോ, അവരുടെ ഭംഗിയല്ല, അവരുടെ വിശേഷത അറിവും ജ്ഞാനവും ഒന്നുമല്ല, തൃപ്തിയുള്ളവരാരോ അവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവരെ മാത്രമേ ദൈവത്തിന് നയിക്കാൻ കഴിയുള്ളൂ. അവരിൽ മാത്രമേ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയുള്ളൂ. ഒരു തൃപ്തിയുള്ള മരത്തിൻ്റെ ശിഖരങ്ങളിൽ മാത്രമേ പക്ഷികൾക്ക് വന്നിരിക്കാൻ കഴിയത്തുള്ളൂ. തൃപ്തിയില്ലാത്തവരുടെ ജീവിത ഭവനത്തിൽ നമ്മൾ ചെന്ന് പാർത്താൽ അവിടെ അലോഹ്യമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ഭാരങ്ങളുണ്ടാകും, വഴക്കുണ്ടാകും. ഈ വഴക്കുകളുടെയും പ്രയാസങ്ങളുടെയും തമ്മിലടിയുടെയും എല്ലാം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ തൃപ്തിയില്ലായ്മയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് എ ട്രീ ഫുൾ ഓഫ് സാപ്പ് എന്ന് പറഞ്ഞാൽ, സാപ്പ് എന്ന് പറഞ്ഞാൽ ജീവാമൃതം. ആ ദേവദാരുവിൽ മുഴുവനായി അടങ്ങിയിരിക്കുന്നതിൻ്റെ ശാഖകളിലും അതിൻ്റെ ഇലകളിലും ഫലങ്ങളിലും അതിൻ്റെ തടിയിലും വേരിലുമെല്ലാം ജീവാമൃതം ഉണ്ടെന്ന് പോലും ദാവീദ് അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ജീവാമൃതം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പക്ഷികൾക്കും അതിൻ്റെ കീഴിൽ വരുന്നവർക്കും അതിൻ്റെ കീഴിൽ വിശ്രമിക്കുന്നവർക്കും അതിനെ ആശ്രയിക്കുന്നവർക്കും അത് ഉപയോഗിക്കുന്നവർക്കും അത് നട്ടു വളർത്തുന്നവർക്കും ജീവാമൃതം കൊടുക്കുന്നു, ജീവനെ കൊടുക്കുന്നു. മരണമല്ല, സങ്കടമല്ല, ദുഃഖമല്ല. ഏത് ദുഃഖിച്ചിരിക്കുന്നവർ വന്നിരുന്നാലും ശരി, ആ മരത്തിൻ്റെ കീഴിൽ ആശ്രിതം കൈക്കൊള്ളുന്നു. അവരിൽ ഒരു ആശ്വാസം, ഒരു സമാധാനം. തൃപ്തിയില്ലാത്തവർ അവിടെ വന്ന് ദേവദാരുവിൻ്റെ ചുവട്ടിലിരുന്നാൽ തൃപ്തിയുള്ള മരത്തെ കണ്ട് നമുക്ക് ചില ബുദ്ധികൾ പഠിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ ലബാനോന്റെ താഴ്വരകളിൽ നട്ടിട്ടുള്ള ദേവദാരുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്, അവകാശപ്പെടുന്നത്, നമ്മോട് ദൈവം ആഹ്വാനം ചെയ്യുന്നത്, നിന്റെ ജീവിതത്തിൽ നീ തൃപ്തിയുള്ളവരായിരിക്കണം. നിന്നെ വിളിച്ചവന് വിശ്വസ്തനാണ്, നിന്നെ കൈവിടുകയില്ല, അനാഥനായി നിന്നെ വിടുകയില്ല. ഞാൻ നിനക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തരും. നിന്റെ വഴികൾ എൻ്റെ മേൽ ഭരമേൽപ്പിക്കുക, എൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക, നിന്റെ ഭാരങ്ങൾ എൻ്റെ മേൽ വയ്ക്കുക, ഞാൻ അത് നിർവഹിക്കും എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിലെല്ലാം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാക്കായിട്ടല്ല, ക്ഷമയോടിരുന്ന് അതിൻ്റെ ഫലത്തെ അനുഭവിക്കുവാൻ നമുക്കുണ്ടാകുന്നതായ മാനസിക സാവകാശം ദൈവത്തിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നു. ഒരു വിശ്വാസമുള്ളവൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവൻ, വിളിച്ചവനെയും നട്ടവനെയും കുറിച്ചുള്ളതായ ഒരു പ്രത്യാശയുള്ള ഒരു മനുഷ്യൻ, വിശ്വാസമുള്ള ഒരു മനുഷ്യൻ, നിശ്ചയമുള്ള ഒരു മനുഷ്യൻ, അവർക്കൊരു ജീവിതത്തിൽ ഒരു സംതൃപ്തിയുണ്ട്. ദൈവം തരുന്നത് മതി, ദൈവം തരുന്നത് മതി, ദൈവം നടത്തുന്നത് പോലെ ആകട്ടെ എന്നുള്ളതായ ഒരു സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം മറ്റുള്ളവരെയും ജീവനിലേക്ക് നയിക്കുന്നവരാകും. നമ്മളിൽ നിന്നും ജീവാമൃതം പുറപ്പെടും. നമ്മളിൽ നിന്നും മനുഷ്യർ മരണത്തിൻ്റെ വാക്കുകളല്ല, ദുഃഖത്തിൻ്റെ വാക്കുകളല്ല, പ്രയാസത്തിൻ്റെ വാക്കുകളല്ല, സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ നമ്മളിൽ നിന്നും ഉത്ഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു ദേവദാരു ഉള്ളതായ ഭവനം എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ആശ്വാസമുണ്ട്, സകലത്തിലും ഒരു പ്രത്യാശയുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഭംഗിയുള്ള ഒരു വൃക്ഷമായിട്ടല്ല, ദൈവം നട്ടിട്ടുള്ള തൃപ്തി വരുന്ന ദേവദാരുക്കളായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ഈ വലിയ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നല്ലോ. ആ പ്രത്യാശയുള്ള ജീവിതം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശാഖകളിലൊക്കെയും അനേകം പക്ഷികൾ വന്ന് ആ സംരക്ഷണയോടുകൂടെ, ആശ്വാസത്തോടെ, സമാധാനത്തോടെ അവർ അതിൽ വസിക്കുന്നതിനിടയായിത്തീരും. നാം സകലർക്കും ഒരു സമാധാനമായിരിക്കും, സംതൃപ്തിയായിരിക്കും. ഇത്ര വലിയൊരു മഹത്തായ ഒരു അനുഭവം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് ദാനമായി നൽകുമാറാകട്ടെ. God bless you.